യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹത്തെയും വന്ദനത്തെയും അറിയിക്കുന്നു. ഈ പ്രഭാതത്തിൽ നിങ്ങളോട് പങ്കുവെക്കുവാൻ എൻ്റെ ഉള്ളത്തിൽ കർത്താവ് പ്രേരിപ്പിച്ച ദൈവിക ചിന്ത വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ നിന്നുമാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 58-ാമത്തെ വാക്യത്തിൽ നിന്നും നിങ്ങളോട് ഈ പ്രഭാതത്തിൽ ഒരു സന്ദേശം പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 58-ാം വാക്യം ഇങ്ങനെ എഴുതിയിരിക്കുന്നു: കർത്താവ് അവൾക്ക് വലിയ കരുണ കാണിച്ചു എന്ന് അയൽക്കാരും ചാർച്ചക്കാരും കേട്ടിട്ട് അവളോട് കൂടെ സന്തോഷിച്ചു. ആ വാക്യം എന്നോട് കൂടെ ഒന്നും കൂടെ വായിക്കാമോ? കർത്താവ് അവൾക്ക് വലിയ കരുണ കാണിച്ചു എന്ന് അയൽക്കാരും ചാർച്ചക്കാരും കേട്ടിട്ട് അവളോട് കൂടെ സന്തോഷിച്ചു. അവിടെ എൻ്റെ ഹൃദയത്തെ തൊട്ട ഒരു ശബ്ദം ഇങ്ങനെയാണ്: കർത്താവ് അവൾക്ക് വലിയ കരുണ കാണിച്ചു. അതെ, ഈ സെപ്റ്റംബർ മാസം 30-ാം തീയതിയിലേക്ക് നാം എത്തിയിരിക്കുകയാണ്. ഈ മാസത്തിൻ്റെ അവസാന ദിവസമാണ്. കർത്താവ് നിങ്ങൾക്ക്, നിങ്ങളുടെ കുടുംബത്തിന് വലിയ കരുണ കാണിച്ചു എന്ന് കേട്ടിട്ട് അയൽക്കാരും ചാർച്ചക്കാരും നിങ്ങളുടെ കൂടെ സന്തോഷിക്കുവാനിടയാകത്തക്ക രീതിയിൽ ഈ ആഴ്ചവട്ടത്തിൽ കർത്താവിൻ്റെ വിശ്വസ്തത, കർത്താവിൻ്റെ ആ വലിയ കരുണ, ആ ഗ്രേറ്റ് മേഴ്സി, ദ ഗ്രേറ്റ് മേഴ്സി വിസിറ്റേഷൻ ഫ്രം ഗോഡ്, അത് നിങ്ങളുടെ കൂടാരത്തിൽ, അത് നിങ്ങളുടെ മേൽ വെളിപ്പെടാൻ പോവുകയാണ്. ഈ സെപ്റ്റംബർ മാസത്തിൻ്റെ അവസാന ദിവസം, ഈ ഒക്ടോബർ മാസത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ വലിയ കരുണ, കർത്താവ് അവൾക്ക് വലിയ കരുണ ചെയ്തു. അത് ഇമ്പോസിബിൾ ആയിരുന്നു. എത്ര നാളുകൊണ്ട് ആഗ്രഹിക്കുന്ന വിഷയമായിരുന്നു, എത്ര നാളുകൊണ്ട് പ്രാർത്ഥിച്ച വിഷയമായിരുന്നു. അത് ഒരു നിന്ദയായിട്ട് അവിടെ ജീവിതത്തിൽ കടക്കുകയായിരുന്നു എന്നൊക്കെ മറ്റുള്ളവർ പറഞ്ഞ, നിങ്ങൾ കരുതിയ നിങ്ങളുടെ ഏതോ വിഷയമില്ലേ, നാളുകളായി നിങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന വിഷയം, നാളുകളായി ഒരു ചലനമില്ലാതെ, മറുപടിയില്ലാതെ, മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു ഹാസ്യമായി, മറ്റുള്ളവരുടെ മുൻപിൽ ഒരു നിന്ദയായിരുന്ന വിഷയം, ആ വിഷയത്തിനകത്ത് യഹോവ വലിയ കരുണ നിങ്ങളുടെ മേൽ കാണിക്കാൻ പോവുകയാണ് ഈ മാസം, ഈ വരുന്ന ദിവസങ്ങൾ. ആമേൻ. സോ ഗ്രേറ്റ് മേഴ്സി വിസിറ്റേഷൻ ഫ്രം ഗോഡ്. കർത്താവിന്റെ കരുണ വലിയതാണ്. കർത്താവിന്റെ കരുണ എലിസബത്തിനെ സന്ദർശിച്ചതുപോലെ കർത്താവിന്റെ ആ വലിയ കരുണ ചില കുടുംബങ്ങളെ സന്ദർശിക്കാൻ പോവുകയാണ്. ചില വ്യക്തി ജീവിതങ്ങളെ സന്ദർശിക്കാൻ പോവുകയാണ്. കർത്താവ് അവൾക്ക് വലിയ കരുണ കാണിച്ചു എന്ന് പറഞ്ഞ് ആമേൻ, നിന്റെ കൂടെ മറ്റുള്ളവരും നിന്റെ സന്തോഷത്തിൽ ആമേൻ പാർട്ടിസിപ്പേറ്റ് ചെയ്യത്തക്ക രീതിയിൽ, നമ്മളിപ്പോൾ എന്തെങ്കിലും ഒന്ന് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കിട്ടിയ മറ്റുള്ളവർ നമുക്ക് കൺഗ്രാറ്റ്സ് അയക്കാറുണ്ട്, അപ്രിസിയേഷൻ തരാറുണ്ട്. ആമേൻ. എന്നതുപോലെ എന്തോ ചില അച്ചീവ്മെന്റുകൾ എന്നോട് കർത്താവ് അങ്ങനെ എൻ്റെ ഉള്ളത്തിൽ പറയുന്നു. എന്തോ ചില അച്ചീവ്മെന്റുകൾ, എന്തോ ചില അപ്രിസിയേഷനുകൾ, എന്തോ ഒരു വലിയ കരുണ നിന്റെ കൂടെ ജോലി ചെയ്യുന്ന അനേകർ കാണും. നിങ്ങളെക്കാൾ എക്സ്പീരിയൻസ് ഉള്ളവരും മിടുക്കരും ഒക്കെ കാണും. പക്ഷേ കർത്താവിൻ്റെ മേഴ്സി വിസിറ്റേഷൻ നിങ്ങളുടെ മേൽ, അത് നിങ്ങളുടെ കഴിവ് കൊണ്ടോ നമ്മളുടെ ഡിഗ്രി കൊണ്ടോ ഒന്നുമല്ല, മറിച്ച് കർത്താവ് വലിയ കരുണ നിങ്ങളുടെ മേൽ കാണിച്ചു എന്ന് കണ്ടിട്ട് നിങ്ങളുടെ കൂടെ ഉള്ളവർ, നിങ്ങളുടെ സറൗണ്ടിങ്സ്, നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്നവർ, അവർ ആശ്ചര്യപ്പെടുന്ന രീതിയിൽ, അല്ലെങ്കിൽ നിങ്ങളോട് അവരുടെ സന്തോഷം, നിങ്ങളുടെ സന്തോഷത്തിൽ അവരുടെ ആ സന്തോഷം പങ്കുവെക്കത്തക്ക രീതിയിൽ കർത്താവ് ഈ ദിവസങ്ങളിൽ അങ്ങനെ ചില ദൈവപ്രവൃത്തികൾ ചെയ്യാൻ പോവുകയാണ്. എലിസബത്ത് ഒരു പരിഹാസ വിഷയമായി, നാളുകളായി ഒരു മറുപടി ഇല്ലാതെ, ഒരു വിഷയത്തിനകത്തൊരു സൊല്യൂഷൻ ഇല്ലാതെ അവളായിരിക്കുമ്പോൾ വചനം എഴുതിയിരിക്കുന്നു, ആമേൻ, കർത്താവ് അവൾക്ക് വലിയ കരുണ കാണിച്ചു. എത്ര പേർ ഈ പകൽ വിശ്വസിക്കുന്നു എൻ്റെ മേൽ കർത്താവ് വലിയ കരുണ കാണിക്കും? എൻ്റെ കുടുംബത്തിൻ്റെ മേൽ, എൻ്റെ കുടുംബ ജീവിതത്തിൻ്റെ മേൽ, എൻ്റെ ജോലി വിഷയത്തിനകത്ത്, എൻ്റെ ഇൻ്റർവ്യൂവിനകത്ത്, എൻ്റെ ശുശ്രൂഷകൾക്കകത്ത് എൻ്റെ കർത്താവ് സ്വത്രം വലിയ കരുണ എൻ്റെ മേൽ കാണിക്കും എന്ന് ഉറപ്പുള്ളവർ ആ കരങ്ങൾ ഉയർത്തി ആമേൻ പറഞ്ഞാട്ടെ. ചില ഉദരങ്ങളെ
നിങ്ങളെ എൻ്റെ ദൈവം സന്ദർശിക്കും കേട്ടോ. വലിയ കരുണ എൻ്റെ ദൈവം നിങ്ങൾക്ക് ചെയ്യാൻ പോവുകയാണ്. നാളുകളായി സ്തോത്രം, നിങ്ങൾ കാത്തിരിക്കുന്ന ചില വിഷയങ്ങളുടെ, പ്രാർത്ഥനാ വിഷയങ്ങളുടെ മറുപടികൾ, എവിടെയൊക്കെയോ തകർന്ന് പോകേണ്ട ചില കുടുംബങ്ങൾ, ആ കുടുംബങ്ങളുടെ മേലൊക്കെ ദൈവം വലിയ കരുണ കാണിച്ചിട്ട് അവരെ ഒന്നാക്കി ചേർത്ത് നിർത്തുന്ന ദൈവപ്രവർത്തികൾ, എവിടെയൊക്കെയോ നീ റിജക്റ്റായി പോകേണ്ട മേഖലകളിൽ വലിയ കരുണ ദൈവം നിന്റെ മേൽ കാണിച്ചിട്ട് നിന്നെ അക്സെപ്റ്റ് ചെയ്യുന്ന, നിന്നെ ഹോണർ ചെയ്യുന്ന വലിയ കരുണ ഈ ദിവസങ്ങളിൽ, ഈ മാസത്തിൽ ദൈവം നിങ്ങളുടെ കുടുംബങ്ങളുടെ മേൽ പകരാൻ പോകുകയാണ്. സ്തോത്രം. കർത്താവ് അവൾക്ക് വലിയ കരുണ കാണിച്ചു. കണ്ടോ? അപ്പൊ കർത്താവ് ചെയ്യുന്ന വലിയ കരുണ മറ്റുള്ളവർ കാണാൻ പോവുകയാണ്. നിങ്ങൾക്ക് ദൈവം ചെയ്ത, നിങ്ങളുടെ മേൽ, നിങ്ങളുടെ കുടുംബത്തിന്റെ മേൽ, നിങ്ങളുടെ വിഷയത്തിന്മേൽ ദൈവം രഹസ്യത്തിലല്ല കരുണ കാണിക്കാനും പോകുന്നത്. അത് മറ്റുള്ളവർ കാണത്തക്ക രീതിയിൽ. മറ്റുള്ളവരും സ്തോത്രം, നിങ്ങളുടെ കൂടെ അയൽവക്കക്കാരും ചാർച്ചക്കാരും അത് കേട്ടിട്ട് നിങ്ങൾക്ക് ദൈവം ചെയ്ത ആ വലിയ കരുണയെ, അതിനെക്കുറിച്ച് കേട്ടിട്ട് അവരും നിങ്ങളുടെ കൂടെ സന്തോഷിക്കത്തക്ക രീതി. എല്ലാവരും സന്തോഷിക്കുമോ പാസ്റ്റർ എന്ന് ചോദിച്ചാൽ നമ്മുടെ അയൽവക്കക്കാർ എല്ലാവരും ഒരുപക്ഷെ നമ്മളുടെ നന്മയിൽ സന്തോഷിക്കണമെന്നില്ല. എന്നാൽ സ്തോത്രം, ദൈവത്തിൻ്റെ വചനത്തിൽ സദൃശ്യവാക്യത്തിൽ 16-ാം അധ്യായം അതിൻ്റെ 17-ാം വാക്യം ഇങ്ങനെ എഴുതിയിരിക്കുന്നു. സദൃശ്യവാക്യങ്ങൾ 16:7 ഒരുത്തൻ്റെ വഴികൾ യഹോവയ്ക്ക് ഇഷ്ടമായിരിക്കുമ്പോൾ അവൻ അവൻ്റെ ശത്രുക്കളെയും അവനോട് ഇണക്കുന്നു. അങ്ങനെയെങ്കിൽ സ്തോത്രം, നമുക്ക് ചുറ്റുപാട് പ്രതികൂലങ്ങൾ, പ്രതിസന്ധികൾ, വിരോധികളൊക്കെ ഉണ്ടാകാം. പക്ഷെ യഹോവ നിന്നോട് ചെയ്ത വലിയ കരുണ, ആ ഗ്രേറ്റ് മേഴ്സി, കർത്താവിൻ്റെ ആ മേഴ്സി വിസിറ്റേഷൻ, ദൈവത്തിൻ്റെ ആ കരുണയുടെ സന്ദർശനം നിന്റെ മേൽ ഉദിച്ചത് കണ്ടപ്പോൾ, ആ വലിയ കരുണ, നീ അതിന് യോഗ്യനല്ല, നമ്മളതിന് പ്രാപ്തരല്ല. പക്ഷേ കർത്താവിൻ്റെ കരുണയാൽ, കർത്താവിൻ്റെ ആ കരുണ നമ്മുടെ മേൽ ഉദിച്ചിട്ട് ആ പ്രവൃത്തി നമ്മുടെ മേൽ വെളിപ്പെട്ടത് കാണുമ്പോൾ മറ്റുള്ളവർ നമ്മുടെ കൂടെ നമ്മളിപ്പോൾ വായിച്ചല്ലോ ശത്രുക്കളെയും കൂടെ ഇണക്കുന്ന രീതിയിൽ, അവരും സന്തോഷിക്കത്തക്ക രീതിയിൽ, ചുറ്റുപാടുകൾ, നീ ആയിരിക്കുന്ന പട്ടണം, നീ ആയിരിക്കുന്ന ദേശം, കർത്താവ് നിന്റെ മേൽ കാണിച്ച വലിയ കരുണയെ കണ്ട് സന്തോഷിക്കത്തക്ക രീതിയിൽ ഒരു ദൈവപ്രവൃത്തി നിങ്ങളുടെ കൂടാരങ്ങൾക്കകത്ത് വെളിപ്പെടാൻ പോകുകയാണ്. അതെ, സങ്കീർത്തന പുസ്തകത്തിലെ ഒരു വാക്യവും കൂടെ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവന്ന് വേഗത്തിൽ ഞാൻ പ്രാർത്ഥിപ്പാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. സങ്കീർത്തനങ്ങൾ ആമേൻ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. സങ്കീർത്തനങ്ങൾ 102-ാം അധ്യായം അതിൻ്റെ 13-14 വാക്യങ്ങൾ കൂടെ ഒന്ന് വായിക്കാമോ? സങ്കീർത്തനങ്ങൾ 102, Psalms chapter 102 verse 13 and 14. നീ എഴുന്നേറ്റ് സിയോനോട് കരുണ കാണിക്കും. നീ എഴുന്നേറ്റ്. ആരെഴുന്നേറ്റ്? കർത്താവ് എഴുന്നേറ്റ്. കർത്താവ് എഴുന്നേറ്റ്. അപ്പൊ കർത്താവ് ഇതുവരെ എഴുന്നേറ്റില്ലേ? കർത്താവ് ഇതുവരെ മറന്നുപോയോ? ആമേൻ, സ്തോത്രം. യെശയ്യാ പ്രവചനത്തിലേക്ക് വരുമ്പോൾ യെശയ്യാ പ്രവചനത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, അല്പസമയത്തേക്ക് മാത്രം ഞാൻ നിന്നെ മറന്നു, അല്ലെങ്കിൽ ഞാൻ എൻ്റെ മുഖം നിനക്ക് മറച്ചു. യെശയ്യാ പ്രവചനം നാം വായിക്കുമ്പോൾ ആമേൻ, സ്തോത്രം, യെശയ്യാ പ്രവചനത്തിൽ 54-ാം അധ്യായത്തിലാണ് യെശയ്യാ പ്രവചനം 54 ഇങ്ങനെ എഴുതിയിരിക്കുന്നു. 54-ന്റെ 7-ാം വാക്യം, അല്പനേരത്തേക്ക് മാത്രം ഞാൻ നിന്നെ ഉപേക്ഷിച്ചു, എങ്കിലും മഹാകരുണയോടെ ഞാൻ നിന്നെ ചേർത്തുകൊള്ളും. the great mercy visitation, the great mercy visitation. അല്പനേരത്തേക്ക് ഞാൻ നിന്നെ മറന്നു, അല്പനേരത്തേക്ക് ഞാൻ നിന്നെ, അല്ലെങ്കിൽ സ്തോത്രം, എൻ്റെ മുഖം നിനക്ക് മറച്ചു. അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്. 8-ാം വാക്യവും കൂടെ വായിക്കുമ്പോൾ, ക്രോധാധിക്യത്തിൽ ഞാൻ ക്ഷണനേരത്തേക്ക് എൻ്റെ മുഖം നിനക്ക് മറച്ചു, എങ്കിലും നിത്യതയോടെ
ഞാൻ നിന്നോട് കരുണ കാണിക്കുമെന്ന് നിന്റെ വീണ്ടെടുപ്പുകാരനായ യഹോവ അരുളി ചെയ്യുന്നു. അതെ, ദ ഗ്രേറ്റ് മേഴ്സി വിസിറ്റേഷൻ, കർത്താവിന്റെ ആ വലിയ ദയ, കരുണ നിങ്ങളെ തേടിയെത്താൻ പോവുകയാണ് ഈ ദിവസം, ഈ വരുന്ന മാസം. കർത്താവിന്റെ വലിയ കരുണ. സ്തോത്രം. നാം വായിച്ച കുറിവാക്യത്തിൽ കർത്താവ് അവൾക്ക് വലിയ കരുണ കാണിച്ചു. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നിന്നാണല്ലോ നാം വായിച്ചത്. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 58-ാമത്തെ വാക്യം. അതാണ് നാം വായിച്ചത്. കർത്താവ് അവൾക്ക് വലിയ കരുണ കാണിച്ചു എന്ന് അയൽക്കാരും ചർച്ചക്കാരും കേട്ടിട്ട് അവളോട് കൂടെ സന്തോഷിച്ചു. അതെ, കർത്താവ് നിങ്ങളുടെ മേൽ വലിയ കരുണ കാണിക്കുന്ന ദിവസങ്ങളായി, മാസമായി ഈ ദിനങ്ങൾ മാറാൻ പോകുകയാണ്. സ്തോത്രം. സിയോനോട് അവൻ കരുണ കാണിക്കും. അല്പനേരത്തേക്ക് മാത്രം മുഖം മറച്ചു. സ്തോത്രം. എങ്കിലും മഹാദയയോടെ ഞാൻ നിന്നെ ചേർത്ത് കൊള്ളും. അതെ, ഇവിടെ വായിച്ച വാക്യം വീണ്ടും സങ്കീർത്തനങ്ങൾ 102:13 വായിച്ചാട്ടെ. നീ എഴുന്നേറ്റ് സിയോനോട് കരുണ കാണിക്കും. അടുത്ത വാക്ക് ശ്രദ്ധിക്കണം. അവളോട് കൃപ കാണിക്കുവാനുള്ള കാലം, അതേ, അതിന് സമയം വന്നിരിക്കുന്നു. The due time has come. നിന്നോട് കരുണ കാണിക്കാനുള്ള സമയം വന്നിരിക്കുന്നു. നിന്റെ വിഷയത്തിൽ, നീ ഭാരപ്പെട്ട ആ പ്രതികൂലത്തിൽ, നീ നിന്നെ അനുഭവിച്ച ആ പ്രശ്നത്തിനകത്ത്, നാളുകളായി വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്ന ആ കാര്യത്തിനകത്ത് സ്തോത്രം, കരുണ കാണിപ്പാനുള്ള ടൈം അത് വന്നിരിക്കുന്നു. ആ ഡ്യൂ ടൈം, അല്ലെങ്കിൽ ആ പെർഫെക്റ്റ് ടൈം, ആ റൈറ്റ് ടൈം അത് വന്നിരിക്കുന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. നീ എഴുന്നേറ്റ് സിയോനോട് കരുണ കാണിക്കും. അവളോട് കൃപ കാണിക്കുവാനുള്ള കാലം, അതേ, അതിന് സമയം വന്നിരിക്കുന്നു. നിന്റെ ദാസന്മാർക്ക് അവളുടെ കല്ലുകളോട് താല്പര്യവും അവളുടെ പൂഴിയോട് അലിവും തോന്നുന്നു. അപ്പൊ ദൈവത്തിന്റെ കരുണ നിന്റെ മേൽ വരുമ്പോൾ നിന്റെ പേപ്പർ ചിലർക്ക് എടുക്കാൻ തോന്നും. നിന്റെ ഫയൽ ചിലർക്ക് എടുക്കാൻ അവർക്കൊരു താല്പര്യം തോന്നും. അവിടെ എഴുതിയിരിക്കുന്നത് കണ്ടോ, നിന്റെ ദാസന്മാർക്ക് അവളുടെ കല്ലുകളോട് താല്പര്യം, അവളുടെ പൂഴിയോട് അലിവും. സ്തോത്രം. ഇന്ന് പകൽ എത്ര പേർ വിശ്വസിക്കുന്നു വലിയൊരു കരുണ, കർത്താവിന്റെ മേഴ്സി വിസിറ്റേഷൻ നിങ്ങളുടെ കുടുംബത്തെ തേടി, നിങ്ങളെ തേടി, നിങ്ങളുടെ വിഷയത്തെ തേടി വരാൻ പോവുകയാണ്. നമുക്ക് കണ്ണുകൾ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, എലിസബത്ത് നിന്ദിക്കപ്പെട്ട് നാളുകളായി പ്രാർത്ഥനയുടെ മറുപടിയില്ല എന്നുള്ള ചിന്തയിൽ അങ്ങനെയൊക്കെ ആയിരിക്കുന്ന ഒരു സ്ത്രീയെയാണ് ഞങ്ങൾക്ക് അവിടെ കാണാൻ കഴിയുന്നത്. വ്യസനത്തോടെ, ദൈവം എന്നെ മറന്നു കളഞ്ഞുവോ, ഉപേക്ഷിച്ചോ എന്നൊക്കെയുള്ള ചോദ്യത്തോടെ നാളുകളായി ദൈവത്തെ സേവിക്കുന്നുണ്ട്, ശുശ്രൂഷിക്കുന്നുണ്ട് എലിസബത്തും കുടുംബം. പക്ഷേ ഒരു പ്രാർത്ഥനയുടെ മറുപടി ഇല്ലാതെ നിന്ദിക്കപ്പെട്ട അവസ്ഥയിലായിരിക്കുമ്പോൾ കർത്താവ് അവളുടെ കല്ലുകളോട് താല്പര്യവും അവളുടെ പൂഴിയോട് അലിവും തോന്നി. കർത്താവ് അവളെ എഴുന്നേൽപ്പിച്ചു. യഹോവ അവൾക്ക് വലിയ കരുണ ചെയ്തു എന്നാണ് അവിടെ ഞങ്ങൾ വായിച്ചത്. കർത്താവ് അവൾക്ക് വലിയ കരുണ കാണിച്ചു എന്ന് അയൽവക്കക്കാരും ചർച്ചക്കാരും കേട്ടിട്ട് അവളോട് കൂടെ സന്തോഷിച്ചു. കർത്താവേ, എന്നതുപോലെ ഈ വചനം കേട്ട ഓരോരുത്തരുടെ മേൽ, ഈ വചനം ശുശ്രൂഷകന്റെ മേൽ വലിയ കരുണ, the great mercy visitation from God ഈ ദിവസങ്ങളിൽ ഉണ്ടാകട്ടെ. ആമേൻ. കർത്താവേ, അല്പനേരത്തേക്ക് മാത്രം നീ മുഖം മറച്ചു, എങ്കിലും മഹാകരുണയോടെ ഞാൻ നിന്നെ ചേർത്ത് കൊള്ളുമെന്ന് അങ്ങ് പറഞ്ഞല്ലോ. ഞങ്ങളുടെ കല്ലുകളോട് അലിവും ഞങ്ങളുടെ പൂഴിയോട് താല്പര്യവും ഉണ്ടാകട്ടെ. നീ എഴുന്നേറ്റ് സിയോനോട് കരുണ കാണിക്കുന്ന കാലം, ആ ടൈം വന്നിരിക്കിയാൽ സ്തോത്രം. ഞങ്ങൾ ഈ വചനത്തിൽ വിശ്വസിക്കുന്നു. നിന്റെ ജനത്തിന്റെ മേൽ അത് അതുപോലെ നിറപടിയായി നിവർത്തീകരിക്കുന്നു. ഓർത്ത് സ്തോത്രം. നിന്റെ ജനത്തെ ബ്ലസ് ചെയ്യുന്നു. അവർ അനുഗ്രഹിക്കപ്പെടട്ടെ യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. താങ്ക് യു. ഈ വചനം വീണ്ടും നിങ്ങൾ ധ്യാനിക്കുക. കർത്താവിന്റെ കൃപ കൂടെ ഇരിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ആൾ.